ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു സ്നാക്സ് റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോയ ചീസ് ബോളാണ് ചെയ്യുന്നത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കുന്ന സമയത്ത്. അപ്പം നമുക്ക് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലെ നല്ല ചുടുവെള്ളത്തിൽ നമ്മൾ സോയ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതൊന്ന് മാറ്റി വെച്ചേക്കാം. ഇപ്പം ഞാൻ ഏകദേശം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാറ്റിയിട്ട് സാധാ നോർമൽ വാട്ടറിൽ കഴുകിയിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ സോയ എല്ലാം നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് ചെറുതായിട്ട് നല്ല സ്മൂത്തായിട്ട് അടിക്കേണ്ട ചെറിയ തരി പോലെ ആയിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു 3 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്, അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കും. നമ്മൾ എത്ര സോയ എടുക്കുന്നത് അതിന് ആവശ്യാനുസരണം പോലെ മസാല ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് അതേ ജാറിൽ തന്നെയാണ് നമ്മൾ കുറച്ച് ഉള്ളി, നമുക്ക് എത്ര ഉള്ളി വേണ്ടത് അതിന് ആവശ്യാനുസരണം പോലെ കുറച്ച് ഉള്ളി ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിലേക്കുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ അവസാനമായിട്ട് ബ്രെഡ് ക്രംസ് ആണ്, അതും നമ്മൾ എത്ര വേണ്ടത് അതിനാവശ്യാനുസരണം പോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അളവുകളൊന്നും പറയാത്തത്, നമ്മുടെ ഇഷ്ടാനുസരണം പോലെ നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ നമ്മൾ സോയ എത്ര എടുക്കുന്നത് അതിനാവശ്യാനുസരണം പോലെയാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമ്മൾ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഞാനിപ്പോൾ ഉള്ളിലേക്ക് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീസ് വെച്ച് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ വെക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. ഞാനിപ്പോൾ എന്നോടുള്ള കാരണം ഞാൻ ചീസ് വെച്ച് കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ചെറിയ ഒരു പന്നിയ സൈസിലേക്കുള്ള ചീസാണ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് നമ്മളിതിലേക്ക് വെച്ച് കൊടുത്തിട്ട് സാധാരണ വീണ്ടും നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഉരുളയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് ഒരു ക്രാക്കുകളൊന്നും ഇല്ലാത്ത രീതിക്ക് നമുക്കത് ഉരുളയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ കണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കി മാറ്റി വെച്ചേക്കാം. ഈസി ആയിട്ട് നമ്മുടെ സോയ ഒന്ന് ചുടുവെള്ളത്തിലിട്ട് തിളപ്പിക്കുന്ന സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി 10 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി മൈദമാവിടെ പേസ്റ്റും കൂടെ തന്നെ ബ്രെഡ് ക്രംസും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മൈദമാവിടെ പേസ്റ്റ് നമുക്കറിയാമല്ലോ, ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല തിക്കായിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഒരുപാട് വെള്ളം ആക്കണം. എന്താ പറഞ്ഞാലും ഈ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്നാക്സിൽ പെട്ടെന്ന് ബ്രെഡ് ക്രംസ് നമ്മൾ മൈദയുടെ പേസ്റ്റിൽ മുക്കിയാലും പെട്ടെന്നൊന്നും നന്നായിട്ട് സെറ്റ് ആയില്ല കേട്ടോ. കുറച്ച് മാത്രമേ പിടിക്കുള്ളൂ. അപ്പോൾ അത് കാരണം ഒരു തിക്കായിട്ടുള്ള പേസ്റ്റ് ആകുന്ന സമയത്ത് ഒരുവിധം നന്നായിട്ട് പിടിച്ചു കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ള പേസ്റ്റ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇതുപോലെയാണ് നമ്മളെല്ലാം റെഡിയാക്കി എടുക്കേണ്ടത്. കണ്ടില്ലേ, നമ്മൾ പേസ്റ്റിൽ മുക്കിയിട്ടും കൂടി ചെറുതായിട്ട് മാത്രമേ പിടിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒരുവിധം നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ റെഡിയാക്കിയതിന് ശേഷം എണ്ണ ഒരുവിധം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എത്ര വേണ്ടത് അതിനാവശ്യത്തിന് പോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഒന്ന് തിരിച്ചിട്ടെടുത്താൽ മതി കേട്ടോ. ഇട്ട് കൊടുത്ത പാടെ തന്നെ നമ്മൾ മറിച്ചിടാനോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടുന്ന രീതിക്കോ അല്ലെങ്കിൽ ചീസ് ചെറിയൊരു വിള്ളൽ വന്നാൽ തന്നെ നമ്മുടെ ഉള്ളിലത്തെ ചീസ് പെട്ടെന്ന് മെൽറ്റാകും. അതുകൊണ്ടാണ് നമ്മളത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. ചീസ് ഇല്ലാത്തവർക്കാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ആയതിനു ശേഷമാണ് ഞാനിപ്പോൾ അതുവരേക്കും ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുവരെ അങ്ങനെ മാത്രമേ വെച്ചത്. എന്നിട്ടാണ് ഞാനിത് അടുത്ത വശം തിരിച്ചിട്ട് കൊടുത്തത് കേട്ടോ. സിമ്മിൽ വെച്ച് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഉള്ളിൽ സാധനങ്ങളൊക്കെ വേവിച്ചതാണ്, എന്നാലും സിമ്മിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ബ്രെഡ് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് നമ്മൾ തിരിച്ചോട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് പൊട്ടാതെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് നോക്കിയിട്ട് ശ്രദ്ധിച്ച് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സ്നാക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിപ്പോൾ എണ്ണ ഒന്ന് മാറ്റിയെടുക്കുന്ന പണിയല്ലോ കേട്ടോ. അത്രയും നമ്മുടെ സ്നാക്സ് റെഡിയാണ്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് റെഡിയാക്കി എടുക്കാം. ഈസി ആയിട്ട് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് കൊണ്ടും അതായത് മുട്ട കൊണ്ടും ബ്രെഡ് കൊണ്ടൊക്കെ നമ്മൾ പല വെജിറ്റബിൾസുകളൊക്കെ നമ്മൾ ചെയ്യാനുണ്ടല്ലോ. പക്ഷേ ഇതുപോലൊരു സോയ കൊണ്ട് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ശരിക്കും നല്ല വെറൈറ്റിയാണ്. നമ്മൾ സാധാരണ സോയ മസാലയൊക്കെ ചെയ്യുമല്ലോ, അപ്പോൾ അതുപോലെ ആ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നമ്മൾ ഗരം മസാലയൊക്കെ ചേർത്താലും ആ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഉള്ളിൽ ചീസ് വെച്ചാലും ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലായിട്ട് ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ചീസൊക്കെ നല്ല മെൽറ്റായി നന്നായിട്ടുണ്ടായിരുന്നു. കഴിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കെല്ലാം എല്ലാവർക്കും ഇഷ്ടമാവും. അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.